ഇന്ന് രാവിലെ വലിയൊരു ചൂര മീൻ കിട്ടിയ സന്തോഷത്തിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് ചൂര മീൻ. അപ്പോൾ ഞാൻ ഇന്ന് റോട്ടിൽ പോയിട്ടാണ് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ ഏട്ടനാണ് മീൻ വാങ്ങിക്കാറ്. അപ്പോൾ ഈ മീനിന് 150 രൂപയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചന്തയിൽ പോയപ്പോൾ നല്ല ഇഞ്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറച്ചൊന്ന് ഇഞ്ചി അച്ചാറിടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മീനിന് വേണ്ടിയിട്ട് മുരിങ്ങയ്ക്ക, തക്കാളി, കരിവേപ്പില, നമ്മുടെ നീലക്കാന്താരിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് അരപ്പരച്ച് അടുപ്പിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചേ. ഇവിടെ മോൾക്ക് വെണ്ടയ്ക്ക വിഴുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾക്ക് അത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾ അത് ചോറിലിട്ട് കുഴച്ചങ്ങ് കഴിച്ചോളും. അപ്പോൾ അത് കുറച്ചൊന്ന് വെണ്ടയ്ക്ക വിഴുക്കും വെച്ചു. പിന്നെ കുറച്ച് മലക്കറി കഷ്ണങ്ങൾ എടുത്തിട്ട് ഒന്ന് അവിയലൂടെ വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇന്ന് ഏട്ടനൂടെ കഴിക്കാനുണ്ട്, അതുകൊണ്ടാണ് ആഡംബരമായിട്ട് അവിയലൂടെ വെച്ചത്. ഇല്ലെങ്കിൽ ഞാൻ വിഴുക്കിലങ്ങ് ഒതുക്കിയേനെ. അങ്ങനെ ഉച്ചത്തെ പണികളെല്ലാം കഴിഞ്ഞ് മോളെ ഉറക്കിയിട്ടാണ് ഇന്ന് അച്ചാർ വെക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇഞ്ചിനെ നല്ല നൊരുന്നൊരാന്ന് അരിഞ്ഞെടുത്തു. ഇന്നിവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ചിലർ നല്ലെണ്ണയൊക്കെ എടുക്കുകയും, പക്ഷേ എനിക്കിഷ്ടം വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഈ നൊരുന്നരാന്നരിഞ്ഞ ഇഞ്ചിനെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ തീ കൂട്ടിയും കുറഞ്ഞും കരിഞ്ഞു പോകാതെ ഈ കാണുന്ന പോലെ ഒരു ഗോൾഡൻ ബ്രൗണിന്നും കുറച്ചുകൂടെ കളറിൽ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു എണ്ണയിലോട്ട് എണ്ണ തണുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് അധികം പാത്രങ്ങൾ സിങ്കിൽ കഴുകാനുണ്ടായിരുന്നു. കാര്യം ഞാൻ രാവിലെ ഇടിയപ്പവും ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇടയ്ക്ക് തുണി നനയ്ക്കലും പിന്നെ നമ്മുടെ പാചക പണികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കിതിനിടയ്ക്ക് പാത്രങ്ങൾ കഴുകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കുട്ടയ്ക്ക് പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ സൈഡിൽ കൂടെ തന്നെ ഞാൻ ആ പാത്രങ്ങളോട് അങ്ങ് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ 2-3 ദിവസമായിട്ട് നമ്മളിപ്പോൾ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. കാര്യം പനിയും ബോഡി പെയിനുമാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇഞ്ചി അച്ചാർ വെക്കാനുള്ള മെയിൻ റീസണും അതാണ്. വയറിനൊന്നും ഒരു സുഖവും ഇല്ലായിരുന്നു. ഇഞ്ചി അച്ചാർ വയറിന് നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് ഇഞ്ചി അച്ചാർ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ ഈ ഒരു മൂപ്പിച്ച ഇഞ്ചിയും അതേപോലെ തന്നെ നമ്മുടെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് മഷി പോലൊന്ന് അരച്ചെടുത്തിട്ട് കുറച്ച് എണ്ണയും കടുകും കൂടെ പൊട്ടിച്ച് ഈ ഒരു മിക്സ് കൂടെ ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി അച്ചാർ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും ഒരാഴ്ച കൊണ്ട് തന്നെ തീരും. ഓണത്തിന് നമ്മൾ വീണ്ടും ഉണ്ടാക്കണം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഡു സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.